وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله واصحابه اجمعين. اما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് അനേകം നിഅമത്തുകൾ ഈ ദുനിയാവിൽ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സൂഹാ, നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്തുകളിൽ പെട്ടതാണ് മനുഷ്യരെ അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചു എന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി അള്ളാഹു അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് റൂമിൽ അള്ളാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മഹ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്, അവൻ്റെ ആയാത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങൾക്കുള്ള ഇണകളെ നിശ്ചയിച്ചിരിക്കുന്നു എന്നത്. ലിതസ്കുനു ഇലൈഹ, ആ ഇണകളിൽ നിങ്ങൾ സക്കീനത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണത്. നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അള്ളാഹു മവദ്ദത്തും വറഹ്മത്തും, സ്നേഹവും കാരുണ്യവും നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, എത്ര അത്ഭുതകരമായ കാര്യമാണ്. ഇന്നലെ വരെ ഒരു പരിചയവുമില്ലാതിരുന്ന രണ്ടാളുകൾ, ഇന്നലെ വരെ പരസ്പരം കാര്യമായ ബന്ധമില്ലാതിരുന്ന രണ്ടാളുകൾ, അവർ ഒരു ദിവസം കഴിയുന്നതോടുകൂടി പരസ്പരം ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായി മാറുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നിശ്ചയിച്ച അത്ഭുതങ്ങളിലൊന്നാണ്. ഒരാൾ തൻ്റെ ഭാര്യ വിവാഹം കഴിക്കുന്നതോടുകൂടി ഇന്നലെ വരെ അവൾക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്നത് അവളുടെ പിതാവും അവളുടെ മാതാവും അവളുടെ കുടുംബങ്ങളുമായിരുന്നു. ഇന്നു മുതൽ അവൾ ഇതുവരെ കാര്യമായി പരിചയമില്ലാത്ത അവളുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവളോടൊപ്പമുള്ള ഭാര്യ അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിൽ ഒരാളായി മാറുന്നു. ഈ സ്നേഹം അള്ളാഹു നിശ്ചയിച്ച അത്ഭുതങ്ങളിൽ ഒന്നാണ്, അവന്റെ ആയത്തുകളിൽ ഒന്നാണ്, ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു എടുത്തു പറയുകയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും മഹത്വമുള്ളവനാണ്. അവൻ ഒരു കാര്യം എടുത്തു പറയണമെങ്കിൽ അത് അതിനു മാത്രം ഗൗരവപ്പെട്ടതായിരിക്കണം. ഭാര്യാഭർത്തൃ ബന്ധം, വിവാഹം എന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ വളരെ ഗൗരവത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വിധിവിലക്കുകൾ അറിയുന്നതിൽ, പഠിക്കുന്നതിൽ ആളുകൾക്ക് വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയം പഠിക്കുക എന്നത്, മനസ്സിലാക്കുക എന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകൾ എന്താണ്, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകൾ എന്താണ് എന്നത് തിരിച്ചറിയൽ, കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കൽ വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ചില ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, വിവാഹത്തിന്റെ പ്രാധാന്യമാണ്. ഇസ്ലാമിൽ വിവാഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ നിങ്ങൾ. സൂറത്തു നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് മീസാഖുൻ ഗലീദ് എന്നാണ്. മീസാഖുൻ ഗലീദ്, മീസാഖ് എന്ന് പറഞ്ഞാൽ കരാർ എന്നാണ്. ഖുർആനിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മീസാഖ് എന്ന പദം അള്ളാഹുവും അവന്റെ അടിമകളുമായുള്ള കരാറിൽ മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു മനുഷ്യരുമായി സ്വീകരിച്ച കരാറുകളെ കുറിച്ച് മാത്രമാണ് മീസാഖ് എന്ന് പറഞ്ഞത്, ഒരൊറ്റ സ്ഥലത്തൊഴികെ, വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒഴികെ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വീകരിക്കുന്ന കരാറിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് മീസാഖ് എന്ന്. അള്ളാഹു അവന്റെ സൃഷ്ടികളുമായി സ്വീകരിച്ച, അള്ളാഹു നബിമാരിൽ നിന്ന് സ്വീകരിച്ച കരാറുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ മീസാഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്.
പക്ഷെ ഒരേ ഒരിടത്തു മാത്രമാണ് മനുഷ്യർ തമ്മിലുള്ള കരാറിനെ കുറിച്ച് മീസാഖ് എന്ന് പറഞ്ഞത്, വിവാഹത്തെ കുറിച്ചാണ്. മാത്രമല്ല അള്ളാഹു പറഞ്ഞു മീസാഖുൻ ഗലീദ്, വളരെ ഗുരുതരമായ ഗൗരവപ്പെട്ട ഏറെ പ്രാധാന്യമർഹിക്കുന്ന കരാറാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം ഗൗരവത്തിൽ എടുത്തു പറഞ്ഞ കരാറുകളിൽ ഒന്നാണ് നമുക്ക് നമ്മുടെ ഭാര്യയുമായി ഉള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ സഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, ഫത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ ഇണകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, നിങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഇടയായി സ്വീകരിച്ചിരിക്കുന്നത് ബിഅമാനില്ലാഹ്, അള്ളാഹു നൽകിയ സുരക്ഷിതത്വ കരാറുകൊണ്ടാണ്. അള്ളാഹുവാണ് അവർക്ക് കരാർ നൽകിയിരിക്കുന്നത്, അള്ളാഹുവാണ് അവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്, അള്ളാഹുവിന്റെ പേരിലാണ് നിങ്ങൾ അവരെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ ഈ കരാർ വളരെ ഗൗരവപ്പെട്ട ഒരു കരാറാണ് ഭാര്യയുമായി ഉള്ളത്. വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അള്ളാഹുവിന്റെ വചനം മുഖേനയാണ് നിങ്ങൾ അവരുമായുള്ള ബന്ധം അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. ഇത് അള്ളാഹു ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും മുഴങ്ങട്ടെ, ഫത്തഖുല്ലാഹ ഫിൻ നിസാ, ഭാര്യമാരുടെ കാര്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിൽ വിവാഹത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ നികാഹു മിൻ സുന്നതി, വിവാഹം കഴിക്കുക എന്നത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, എന്റെ മാതൃകയിൽപ്പെട്ടതാണ്. ഫമൻ ലം യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ ചര്യ ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. നമുക്ക് വിവാഹത്തിന്റെ ഗൗരവം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്, അവിടുന്ന് കാണിച്ചു തന്ന കാര്യമാണ്. അവിടുന്ന് പറയുകയാണ്, ഒരാൾ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അവൻ എന്റെ സുന്നത്ത് സ്വീകരിക്കുന്നില്ല, എന്റെ സുന്നത്ത് സ്വീകരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. വതസവ്വജു, അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുക. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം നൽകുകയാണ്, വതസവ്വജു, നിങ്ങൾ വിവാഹം കഴിക്കുക. ഫഇന്നി മുകാഥിറും ബികുമുൽ ഉമം, വിവാഹത്തിലൂടെ നിങ്ങൾക്ക് മക്കളുണ്ടാവുകയും മുസ്ലിം ഉമ്മത്തിന്റെ എണ്ണം വർദ്ധിക്കുകയും അങ്ങനെ ഞാൻ പരലോകത്തെത്തിയാൽ നബിമാർക്ക് മുന്നിൽ നിങ്ങളെ കൊണ്ട് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തുകളിൽ ഒന്നായാണ് വിവാഹത്തെ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ചെറിയ കാര്യമല്ല. വിവാഹം എന്നത് ഏതോ ഒരു സമയത്ത് ആളുകളൊക്കെ നിർബന്ധിച്ച് ഇവനെ കെട്ടാതിരിക്കും, അങ്ങനെ കെട്ടിയതല്ല. മറിച്ച് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക, നബിയെ അങ്ങേക്ക് മുൻപ് നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ, നബിമാർ അവർക്ക് നാം ഭാര്യമാരെ നൽകിയിട്ടുണ്ട്. വഹഫദതൻ, അവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്, പേരമക്കളുണ്ടായിട്ടുണ്ട്. ഭാര്യമാരുണ്ടാകുക, വിവാഹം കഴിക്കുക എന്നത് നബിമാരുടെ സുന്നത്താണ്, പ്രവാചകന്മാരുടെ മാതൃകയാണ്, അവരുടെ ചര്യയാണ്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് സഹാബിയാണ്, അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, ഹൽ തസവ്വജ്ത, നീ വിവാഹം കഴിച്ചിട്ടുണ്ടോ? നോക്കൂ, വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നതും വിവാഹം കഴിക്കാൻ പ്രോത്സാഹനം നൽകുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാതൃകയായിരുന്നു. മുസ്ലിമീങ്ങൾക്കിടയിൽ അവർ പാലിച്ചിരിക്കേണ്ട മര്യാദകളിൽ ഒന്നാണിത്, വിവാഹം കഴിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്തവർക്ക് അതിന് സഹായം ചെയ്തു കൊടുക്കുക എന്നത്. ഇബ്നു അബ്ബാസ് അദ്ദേഹം ചോദിച്ചു, ഹൽ തസവ്വജ്ത, വിവാഹം കഴിച്ചിട്ടുണ്ടോ? സഈദ് ഇബ്നു മുസയ്യിബ് അദ്ദേഹം പറഞ്ഞു, ലാ, ഞാനൊരു വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫതസവ്വജ്, എങ്കിൽ നീ വിവാഹം കഴിക്കുക. ഫഇന്ന ഖൈറ ഹാദിഹിൽ ഉമ്മതി അക്സറുഹാ നിസാഅൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല വ്യക്തി, ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഭാര്യമാരുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടുന്ന് അദ്ദേഹം അത് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ സുന്നത്ത് പാലിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിവാഹം എന്ന് ഈ പറഞ്ഞത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ യുവാക്കളെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വിവാഹം വൈകിപ്പിക്കുന്നവരോട് പറയാനുള്ളത്, വിവാഹം കഴിക്കുക. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഫിത്നകൾ അധികരിച്ചിട്ടുള്ള കാലമാണിത്. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം സൂറത്തുൽ ഖസസിൽ നിങ്ങൾ വായിക്കുന്നു. അദ്ദേഹം ഈജിപ്തിൽ നിന്ന്, മിസ്റിൽ നിന്ന്
ഫിർഔനിനെ അവന്റെ കൂട്ടാളികളെ ഭയന്നുകൊണ്ട് ഒരു രാത്രിയിൽ നാട് വിട്ടു പോവുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മദിയനിലെത്തിയപ്പോൾ വായിച്ച ചരിത്രമാണ്. 2 പെൺകുട്ടികൾ അവർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടു. പുരുഷന്മാരുള്ളത് കൊണ്ട് അവർക്ക് അവിടേക്ക് കയറാൻ പറ്റുന്നില്ല. അദ്ദേഹം അവരുടെ ആടുകളെ കൊണ്ടുപോയി അതിന് വെള്ളം കൊടുത്തു. അങ്ങനെ ആ 2 പെൺകുട്ടികൾ അവരുടെ പിതാവ് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഒരു പ്രായമുള്ള മനുഷ്യൻ, അബ്ദുൽ സാലിഹ്, ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ മൂസാ നബിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൻ ഇങ്ങനെ ഓടി വന്നതാണ്, മിസ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാണ്. അപ്പോൾ ആ മനുഷ്യൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ഇബ്നതയ്യ ഹാതൈൻ. എൻ്റെ ഈ 2 പെൺകുട്ടികൾ, അവരിൽ ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അലാ അൻ തഅജുറനി 8 ഹിജജ്. അതിന് പകരമായി നീ ചെയ്യേണ്ടത് എന്താണ്? 8 വർഷം നീ എൻ്റെ അരികിൽ ജോലി എടുക്കണം. 8 വർഷം. ഇന്ന് വിവാഹം കഴിക്കാൻ ചിലപ്പോൾ സാമ്പത്തികമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഓർക്കേണ്ട ചരിത്രമാണ് മൂസാ നബിയുടെ ചരിത്രം. അദ്ദേഹം വിവാഹത്തിന് വേണ്ടി അദ്ദേഹം 8 വർഷമാണ് ജോലി എടുത്തത്. അതിന് പകരമായി അദ്ദേഹത്തിന്റെ മെഹർ 8 വർഷത്തെ ജോലിയാണ്. 8 വർഷത്തെ ജോലിയാണ്. വിവാഹത്തിന്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. 8 വർഷത്തെ ജോലിക്ക് പകരമായി നൽകുന്ന എന്താണ്? ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് നൽകാമെന്നതാണ്. വിവാഹത്തിന്റെ പ്രാധാന്യം ഇതാണ്. ഇന്ന് ചില ആളുകൾ കുറച്ച് പ്രയാസം അനുഭവിക്കുമ്പോഴേക്ക് അവർ വിവാഹത്തിൽ നിന്ന് അകലം പാലിക്കുകയാണ്. പക്ഷെ സഹോദരങ്ങളെ, വിവാഹം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. മാത്രമല്ല, അനേകം നന്മകളിലേക്കുള്ള വാതിലാണ് വിവാഹം എന്നത്. അനേകം ഖൈറുകളിലേക്കുള്ള വാതിലാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായിരുന്നു. സഹാബികൾ അവിടുത്തോടൊപ്പമുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലൗ അലിംന അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദഹു. അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ് എന്ന് അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ, ഏറ്റവും നല്ല സമ്പത്ത് ഏതാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സമ്പത്ത് കൈവശപ്പെടുത്താൻ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുഹു ലിസാനുൻ ദാക്കർ. ഏറ്റവും നല്ല സമ്പത്ത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാവ് ലഭിക്കുക എന്നതാണ്. വഖൽബുൻ ഷാക്കിർ. അള്ളാഹുവിന് നന്ദി പറയുന്ന ഒരു ഹൃദയമുണ്ടാകുക എന്നതാണ്. വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. തൻ്റെ ദീനിന്റെ കാര്യത്തിൽ അവനെ സഹായിക്കുന്ന ഒരു വിശ്വാസിനിയായ മുഅ്മിനത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ, ഏറ്റവും നല്ല സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 2 കാര്യം നോക്കൂ. നല്ല ഒരു നാവ്, നല്ല ഒരു ഹൃദയം. 3ാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞത് വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. അവന്റെ ദീനിന്റെ കാര്യത്തിൽ അവനെ സഹായിക്കാൻ പറ്റുന്ന ഒരു ഭാര്യയെ ലഭിക്കലാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്തുകൾ ഒന്നാണ്. നോക്കൂ നിങ്ങൾ, ചിലപ്പോൾ നിന്റെ വീട് ചെറുതായിരിക്കും, നിനക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, നിനക്ക് നല്ല ഒരു വാഹനം ഉണ്ടാവുകയില്ല, നിന്റെ കച്ചവടത്തിൽ നിനക്ക് പ്രയാസങ്ങളുണ്ട്, പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിനക്ക് കവച്ചു വെക്കാൻ സാധിക്കും വീട്ടിലേക്ക് കയറിയാൽ നിന്റെ മനസ്സ് തണുപ്പിക്കുന്ന ഒരു ഭാര്യ നിനക്കുണ്ട് എങ്കിൽ. പക്ഷെ ഇതൊക്കെ നിനക്കുണ്ട് എന്ന് വിചാരിക്കാം. നല്ല കച്ചവടമുണ്ട്, വലിയ സമ്പത്തുണ്ട്, നല്ല വാഹനമുണ്ട്, വലിയ വീടുണ്ട്. പക്ഷെ വീട്ടിലേക്ക് കയറിയാൽ നിനക്ക് യാതൊരു സമാധാനവും നൽകാത്തൊരു ഭാര്യയാണുള്ളത് എങ്കിൽ അവനേക്കാൾ വലിയ പ്രയാസത്തിൽ ജീവിക്കുന്ന മറ്റാരാണുള്ളത്? സഹോദര, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്തുകളിൽ വലിയ നിഅമത്തുകളിൽ ഒന്നാണ് നല്ല ഒരു ഭാര്യ ലഭിക്കുക എന്നത്. നമ്മൾ പലരും ചിലപ്പോൾ ശുക്ർ ചെയ്യാൻ, നന്ദി പറയാൻ മറന്നുപോകുന്ന കാര്യങ്ങളിൽ നിഅമത്തുകളിൽ ഒന്നാണ് നല്ല ഒരു ഭാര്യ ലഭിക്കുക എന്നത്. അത് ഒരാൾക്ക് ഇല്ലാതെയാകുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അദ്ദുനിയ മതാഉൻ. ദുനിയാവ് വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. പലതരം വിഭവങ്ങൾ ദുനിയാവിലുണ്ട്. വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്സാലിഹ. ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം സാലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തി ഇബ്നി ആദമ സലാസ. ഒരു മനുഷ്യന് സൗഭാഗ്യം ലഭിക്കുന്നതിന്റെ അടയാളങ്ങൾ, ഒരാളുടെ സൗഭാഗ്യം, ദുനിയാവിലെ സൗഭാഗ്യത്തിൽപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് അൽ മർഅതു സ്സാലിഹ, നല്ല ഒരു ഭാര്യയെ
ലഭിക്കുക, സാലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നത്. വൽ മസ്കനു സാലിഹു വൽ മർകബു സാലിഹ്, നല്ല ഒരു വീടും നല്ല ഒരു വാഹനവും ഉണ്ടാവുക എന്ന്. നല്ല വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൊട്ടാരം പോലത്തെ വീടുണ്ടാവുക എന്നതല്ല, നിന്റെ ആവശ്യത്തിന് നിനക്ക് സമാധാനമേകുന്ന വീടുണ്ടാവുക എന്നതാണ്. ചില ആളുകൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, ആളുകൾ വലിയ വീടെടുത്ത് വെക്കും, അവസാനം പ്രായമായി കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ ശാപം മുഴുവൻ ഈ വീടിൻ്റെ കാര്യത്തിലാണ്. ഇത് വൃത്തിയാക്കാൻ പറ്റുന്നില്ല, അവിടെ പ്രശ്നം, ഇതോടെ പ്രശ്നം. വീട് വലുതാണ്, പക്ഷെ അവനതിൽ വിശാലത ലഭിക്കുന്നില്ല. വീടിൻ്റെ വലുപ്പം കൊണ്ടല്ല വീട് നന്നാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ ചെറിയ വീടായിരുന്നു. ഒരു നല്ല ഉയരമുള്ള ഒരാൾ നിന്നാൽ ചിലപ്പോൾ അയാളുടെ തല തട്ടാൻ മാത്രം ഉയരം കുറഞ്ഞ വീട്ടിലായിരുന്നു അവിടുന്ന് താമസിച്ചിരുന്നത്. പക്ഷേ ദുനിയാവിലെ വീടുകളിൽ ഏറ്റവും നല്ല വീടായിരുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. വൽ മസ്കനു സാലിഹ് വൽ മർകബു സാലിഹ്, നല്ല ഒരു വാഹനം. നല്ല വാഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ സൗകര്യമുള്ള വാഹനമല്ല, നിനക്ക് ഏറ്റവും പ്രയാസം കുറഞ്ഞ രൂപത്തിൽ നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന വാഹനം. അതാണ് അൽ മർകബു സാലിഹ്, നല്ല വാഹനം എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിവാഹത്തിന്റെ നല്ല ഒരു ഭാര്യ ലഭിക്കുന്നതിന്റെ പ്രാധാന്യം, സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് നിങ്ങൾ ദുആ ചെയ്യേണ്ട കാര്യമാണ്. ഭാര്യ ഉള്ളവരാകട്ടെ ഭാര്യ ഇല്ലാത്തവരാകട്ടെ, ഭാര്യ ഉണ്ടെങ്കിലും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവൻ്റെ ഭാര്യ ഖൈറിൽ നിലനിൽക്കാൻ, നന്മയിൽ നിലനിൽക്കാൻ ദുആ ചെയ്യണം. എത്ര ആളുകൾ നല്ല അവസ്ഥയിലുണ്ടായിരുന്നു, പെട്ടെന്നൊരു ദിവസം അവരുടെ ജീവിതം ഒന്നാകെ തകിടം മറിയുന്ന എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഭാര്യ ഇല്ലാത്തവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ നൽകണം. ഇതിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം, കൺകുളിർമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരു ഭാര്യയാണ്, അല്ലാതെ ഭംഗിയോ ഭൗതികമായ മറ്റെന്തെങ്കിലും കാഴ്ചകളോ അല്ല. അതിനുവേണ്ടി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ഗൗരവപ്പെട്ട ഹദീസുകളിൽ ഒന്നാണ്, അത്ഭുതകരമായ ഹദീസുകളിൽ ഒന്നാണ്. അവിടുന്ന് പറഞ്ഞു, മൻ റസഖഹു അല്ലാഹു ഇംറഅത്തുൻ സാലിഹ, മൻ റസഖഹു അല്ലാഹു ഇംറഅതൻ സാലിഹ, ആർക്കെങ്കിലും അല്ലാഹു സാലിഹത്തായ ഒരു ഭാര്യയെ നൽകിയെന്ന് വെക്കുക, ഫഖദ് അആനഹു അല്ലാഹു അലാ ശത്രി ദീനിഹി, അവന്റെ ദീനിന്റെ പകുതി കാര്യം അല്ലാഹു അവന് സഹായിച്ചു തന്നിരിക്കുന്നു. അവന്റെ ദീനിന്റെ പകുതിയിൽ അല്ലാഹു അവനെ സഹായിച്ചിട്ടുണ്ട്. ഫലിയത്തഖില്ലാഹ ഫിശ്ശത്രി സാനി, ഇനി മറുപകുതി അവൻ ശ്രദ്ധിച്ചാൽ മതി. ഒരാൾക്ക് നല്ല ഒരു ഭാര്യയെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഫഖദ് അആനഹു അല്ലാഹു അലാ ശത്രി ദീനിഹി, അവന്റെ ദീനിന്റെ പകുതിയിൽ അല്ലാഹു അവനെ സഹായിച്ചിരിക്കുന്നു. ഇനി ബാക്കി പകുതി അവൻ ശ്രദ്ധിച്ചാൽ മതി. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ലഭിക്കാൻ 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. അവിടുന്ന് പറഞ്ഞു, 2 കാര്യം ശ്രദ്ധിച്ചാൽ ഞാൻ സ്വർഗം വാഗ്ദാനം നൽകാം. അതിലൊന്ന് അവിടുന്ന് പറഞ്ഞു, മൻ യദ്മൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖിദൈഹി അദ്മൻ ലഹുൽ ജന്ന. ആരെങ്കിലും 2 കാര്യം എനിക്ക് ഉറപ്പ് നൽകിയാൽ മതി, അവന്റെ തുടകൾക്കിടയിലുള്ളതും അവന്റെ താടിയല്ലുകൾക്കിടയിലുള്ളതും. അത് ഒന്ന് നാവാണ്, ഒന്ന് ഗുഹ്യസ്ഥാനമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നല്ല ഒരു ഭാര്യയെ ലഭിച്ചാൽ അവന്റെ വ്യഭിചാരത്തിൽ നിന്ന് തടയാൻ, വൃത്തികേടുകളിൽ നിന്ന് തടയാൻ അവൾ മതി. പിന്നെ ബാക്കിയുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. സഹോദരങ്ങളെ, വിവാഹം കഴിക്കുന്ന ആളുകളാകട്ടെ, വിവാഹം കഴിക്കാനിരിക്കുന്നവർ, കഴിച്ച ആളുകൾ എല്ലാവരും ഇത്തരം ഹദീസുകൾ ഓർക്കുകയും ഈ അവസ്ഥയിലേക്ക് തങ്ങളുടെ വീട് എത്തിക്കാൻ ശ്രമിക്കുകയും വേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവാഹത്തിലൂടെ നേടിയെടുക്കാവുന്ന അനേകം വലിയ വലിയ പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും വിവാഹം എന്നത് ചിലപ്പോഴെങ്കിലും കൗമാരത്തിലും മറ്റും ആളുകൾ ചിന്തിക്കുക, വിവാഹം എന്നാൽ അതുകൊണ്ട് കാര്യമായ നേട്ടം, ലൈംഗികമായ അവൻ്റെ താല്പര്യങ്ങൾ ശമിപ്പിക്കാനുള്ള വഴി എന്നതാണ്. അത് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പക്ഷെ വിവാഹം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവന് നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ സുദീർഘമായ ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ഇണചേരുന്നതിൽ വരെ നിങ്ങൾക്ക് പുണ്യമുണ്ട്. ഭാര്യയുമായി ഇണചേരുന്നതിൽ സുബ്ഹാനല്ലാഹ്, നോക്കൂ, ദുനിയാവിലെ ആസ്വാദനങ്ങളിൽ ഒന്നാണത്, പക്ഷെ അതിനുവരെ പുണ്യമുണ്ട് എന്നാണ്. വിവാഹത്തിലൂടെ മാത്രം ലഭിക്കുന്ന കാര്യമാണത്. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയഅതി അഹദുനാ ശഹ്വതഹു വയകൂന ലഹു ഫീഹാ അജ്ർ, ഞങ്ങളുടെ ദേഹേച്ഛ തീർക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണോ അങ്ങ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ലൗ വദഅഹാ ഫിൽ ഹറാമി അകാന അലൈഹി വിസ്ർ,
അവനത് ഹറാമായ രൂപത്തിൽ അവൻ്റെ ലൈംഗിക തൃഷ്ണ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അവനത് തിന്മയായി രേഖപ്പെടുത്തുമായിരുന്നില്ലേ? അവർ പറഞ്ഞു അതെ. അതുപോലെ തന്നെയാണ് അവനത് നന്മയിൽ ഹലാലായ മാർഗത്തിൽ അവൻ്റെ ലൈംഗികമായ തൃഷ്ണ അവസാനിപ്പിച്ചാൽ അതിൽ അവന് പുണ്യമുണ്ട്. അതുകൊണ്ട് സഹാബികൾ ചില പറയാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു തന്നെ, അദ്ദേഹം ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പുണ്യം പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു. അതിന് താല്പര്യമില്ലാത്ത സമയങ്ങളിൽ വരെ അദ്ദേഹം സ്വന്തം ശരീരത്തെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാക്കുകൾ കാണാം. ഇന്ന് പലപ്പോഴും സുബ്ഹാനല്ലാഹ് ഹറാമായ വഴികളിലേക്കാണ് ആളുകൾ പോകുന്നത്. അവൻ്റെ മുന്നിൽ അള്ളാഹു ഹലാലായ മാർഗം തുറന്നു വെച്ചിരിക്കെ തന്നെ വളരെ ഗുരുതരമായ കാര്യമാണ്. വിവാഹബന്ധത്തിലൂടെ ലഭിക്കുന്ന അനേകം പുണ്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹി ഇല്ലാ ഉജിർത അലൈഹാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നീ എന്തൊരു കാര്യം ചെലവഴിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്, നിനക്ക് പുണ്യമുണ്ട്. ഹത്താ മാ തജ്അല ഫീ ഫമി ഇംറഅതിക, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമാണെങ്കിൽ പോലും. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം ഒരാൾക്ക് എത്ര പുണ്യം അതിലൂടെയുണ്ട്. അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ മക്കൾക്കും നൽകുന്ന ഭക്ഷണത്തിൽ അവന് പുണ്യമുണ്ട്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഒരാൾ ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ ആ മരം വളർന്ന് അതിൽ നിന്ന് കിളികൾ വന്ന് ഭക്ഷിച്ചാൽ അവന് പരലോകത്ത് പുണ്യമുണ്ട് എന്നാണ്. കിളിയുടെ കാര്യമാണത്. അപ്പോൾ അവൻ്റെ വീട്ടിലെ ഭാര്യയുടെ കാര്യം എന്താണ്? അവൻ്റെ മക്കളുടെ കാര്യം എന്താണ്? അതുകൊണ്ട് ഗൾഫിലും മറ്റുമൊക്കെ ഒന്ന് ജോലി എടുക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, നിങ്ങൾ ഇത് മനസ്സിൽ നീയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത്. വെയിൽ കൊള്ളുമ്പോഴും ജോലി എടുക്കുമ്പോഴും ഈ നീയത്ത് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു പറഞ്ഞൊരു കാര്യമാണിത്. എൻ്റെ ഭാര്യയെ അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നത്, അവൾക്ക് നല്ല വസ്ത്രം കൊടുക്കുക എന്നത്, എൻ്റെ മക്കൾക്ക് നല്ലത് നൽകുക എന്നത് അള്ളാഹുവിനെ ഏൽപ്പിച്ച കാര്യമാണ്. അതിന് പുണ്യമുണ്ട്. പരലോകത്ത് നിങ്ങൾക്ക് അതിന് വില മനസ്സിലാകും അവിടെ എത്തുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയാൻ പോകുന്ന ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുന്ന് പറഞ്ഞു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബഹ് വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ. ഒരു മനുഷ്യൻ ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു ദീനാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് വിചാരിക്കുക. ദീനാർ എന്തിനു വേണ്ടി ചെലവഴിച്ചതാണ്? യുദ്ധത്തിനു വേണ്ടി, ജിഹാദിനു വേണ്ടി. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബഹ്, അതല്ലെങ്കിൽ ഒരു ദീനാർ, അത് നീ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് വിചാരിക്കുക. ദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, അതല്ലെങ്കിൽ ഒരു മിസ്കീനിന് ദാനമായി ഒരു ദീനാർ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ മൂന്ന് കാര്യങ്ങളുടെ വില നിങ്ങളുടെ മനസ്സിൽ എത്ര വലുതാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലെ യുദ്ധം, ഒരു അടിമയെ മോചിപ്പിക്കുക, ഒരു ദരിദ്രനായ ഒരാൾക്ക് സദഖ കൊടുക്കുക. നാലാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നാലാമത്തേത് ഒരു ദീനാർ, അത് നീ നിന്റെ കുടുംബത്തിന് കൊടുത്തതാണ്. നിന്റെ ഭാര്യക്ക്, നിന്റെ മക്കൾക്ക്, അല്ലെങ്കിൽ നിന്റെ ഉമ്മക്ക്, നിന്റെ ഉപ്പക്ക്, നിന്റെ സഹോദരങ്ങൾക്ക്, അവർക്ക് കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്ദമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രതിഫലമുള്ളത് നീ നിന്റെ കുടുംബത്തിന് കൊടുത്തതിലാണ്. എത്ര ആളുകൾ ഇത് ചിന്തിക്കാറുണ്ട്? നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഉമ്മാക്കോ അതല്ലെങ്കിൽ ഉപ്പാക്കോ അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് പൈസ കൊടുക്കുമ്പോഴോ അവർക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇതെത്ര ആളുകൾ ചിന്തിക്കാറുണ്ട്? നമ്മൾ പലരും ഇതൊരു പുണ്യമായി പോലും കാണുന്നില്ല. പക്ഷെ നീയത്തുണ്ട് എങ്കിൽ മഹത്തരമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് വീട്ടുകാർക്ക് ചെലവ് നൽകുക എന്നത്. കാരണം അതിൽ അള്ളാഹു നൽകിയ വാജിബായ സദഖയാണത്. അവനവൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളത് വാജിബാണ്, മറ്റുള്ളത് സുന്നത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് കാലഘട്ടത്തിൽ ധാരാളം യുവാക്കൾ വിവാഹം വളരെ പിന്തിക്കുന്ന അവസ്ഥയുണ്ട്. അതിന് പല കാരണങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലേക്ക് ഇത് വല്ലാതെ കയറിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം നേരത്തെ ആക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ ഫിത്നകൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ. എത്ര നേരത്തെ സാധിക്കുമോ അത്രയും നേരത്തെ വിവാഹം കഴിക്കാം. അവർക്ക് എത്ര നേരത്തെ വിവാഹം കഴിക്കാൻ സാധിക്കും അത്രയും നേരത്തെ വിവാഹം കഴിക്കാം. അതിൽ ഒരാളുടെയും ആക്ഷേപത്തെ നിങ്ങൾ ഭയക്കേണ്ടതില്ല, ഒരാൾ കളിയാക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയാൽ മതി, നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല.
അവരാരും പരലോകത്ത് നിങ്ങളെ സഹായിക്കാൻ വരില്ല. എത്രയോ കുട്ടികൾ 23 വയസ്സ് 25 വയസ്സ് ഒക്കെ വിവാഹം കഴിക്കാൻ എടുക്കുന്ന പ്രായം. അത്രയും കാലം അവൻ്റെ ലൈംഗികമായ താല്പര്യം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു പ്രായത്തിൽ അത് ശമിപ്പിക്കാൻ അവൻ കണ്ടെത്തുന്ന വഴികൾ പലതും ഹറാമാണ്. പലതും എന്നല്ല, എല്ലാം ഹറാമാണ്. ഒന്നല്ലെങ്കിൽ അവന് ബ്ലൂ ഫിലിമുകൾക്ക് അടിമയായിട്ടുണ്ടായിരിക്കും. എത്ര 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 ആളുകളാണ് 30-40 വയസ്സായിട്ടും ഭാര്യയായിട്ടും കല്യാണം കഴിച്ചിട്ടും കുട്ടികളുണ്ടായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ ജീവിതം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ആളുകൾ ചിലപ്പോൾ ഫോൺ വിളിച്ച് ആളുകൾ ചിലർ കരയാൻ, എൻ്റെ മക്കളെങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യ എങ്ങാനും ഇത് അറിഞ്ഞു പോയാൽ എൻ്റെ ജീവിതം അതോടുകൂടി തകരും, പക്ഷെ എനിക്കിത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാരണം ചെറിയ പ്രായത്തിൽ ഇത് ശീലമായിപ്പോയി. ബ്ലൂ ഫിലിമുകൾ കാണാന്നുള്ളത്, വൃത്തികെട്ട വീഡിയോകൾ കാണാന്നുള്ളത്. ഇന്ന് കാലത്ത് അത് വളരെ എളുപ്പവുമാണ്. അതിലാണ് അവൻ്റെ ജീവിതം കുറേ കാലം നശിപ്പിച്ചത്. പിന്നീട് കല്യാണം കഴിച്ചു നോക്കിയപ്പോൾ അവൻ്റെ ലൈംഗികമായ താല്പര്യം ഭാര്യയിൽ അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എത്ര ആളുകളുടെ വിവാഹ ജീവിതം നരകതുല്യമാകുന്നത് ഇതുകൊണ്ടാണ്, ഈ വൃത്തികേട് കൊണ്ടാണ്. എന്നിട്ട് വാപ്പയും ഉമ്മയും ഇത് തിരിച്ചറിഞ്ഞാൽ പോലും ചിലരുടെ ചിന്ത എന്താ, അതൊക്കെ ചെറിയ പ്രായത്തിൽ കുറച്ച് ബ്ലൂ ഫിലിമൊന്നും കണ്ടിച്ചിട്ട് കുഴപ്പമില്ല എന്ന് നേർക്ക് നേരെ പറയുന്ന ആളുകളെ വരെ കാണാം. അതൊക്കെ ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അവൻ്റെ ജീവിതമാണ് നിങ്ങൾ ഈ തകർക്കാൻ പോകുന്നത്. അവൻ്റെ ജീവിതമാണ് നിങ്ങൾ ഈ തകർക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ, പണ്ഡിതന്മാർ ഖുർആനിൽ പലയിടത്തും ഹദീസിൽ പലയിടത്തും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് കണ്ണ് താഴ്ത്തുക എന്നത്. അന്യ സ്ത്രീകളെ കണ്ടാൽ കണ്ണ് താഴ്ത്തുക. അന്യ സ്ത്രീകളെ കണ്ടാൽ കണ്ണ് താഴ്ത്തുന്നതിൻ്റെ ഉപകാരം രേഖപ്പെടുത്തിയ സന്ദർഭത്തിൽ പല ഉലമാക്കളും പറഞ്ഞൊരു കാര്യം, നീ എത്രയധികം അന്യ സ്ത്രീകളെ നോക്കുന്നത് കുറക്കുന്നോ അത്രയും നിനക്ക് നിന്റെ ഭാര്യയിൽ തൃപ്തി കണ്ടെത്താൻ സാധിക്കും. കാരണം നീ ദുനിയാവിൽ വേറെ ഉള്ള പെണ്ണുങ്ങളൊക്കെ കാണാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഭാര്യയിൽ തൃപ്തി ഉണ്ടാവും. എന്നാൽ മറ്റുള്ള സ്ത്രീകളെ അധികമായി കാണുന്നത്, കൂടുതൽ ഭംഗിയുള്ള സ്ത്രീകളെ കാണുന്നത് സ്വാഭാവികമായിട്ടും അവൻ്റെ ഭാര്യയുടെ ഭംഗി കുറഞ്ഞു തോന്നും. അവന് അവളിൽ തൃപ്തി കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ ഈ ബ്ലൂ ഫിലിമുകൾ അല്ലെങ്കിൽ വൃത്തികെട്ട സിനിമകൾ ഇതുണ്ടാക്കുന്ന അപകടം അതിനേക്കാൾ വലുതാണ്. കാരണം ഈ സിനിമകളിലും മറ്റും മേക്കപ്പ് ഇട്ട് വരുന്ന സ്ത്രീകൾ അത് ഒരിക്കലും ദുനിയാവിലെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുന്ന സ്ത്രീകൾ, അവർക്ക് ചിലപ്പോൾ അവരുടെ മുഖത്ത് ചിലപ്പോൾ വേർപ്പിൻ്റെ അടയാളം ഉണ്ടാവും, കരി ഉണ്ടാവും, ചിലപ്പോൾ അടുക്കളയിൽ ജോലിയെടുത്തതിൻ്റെ ക്ഷീണം ഉണ്ടാവും. അങ്ങനെയുള്ള സ്ത്രീകൾ നിങ്ങളെ വീട്ടിലുണ്ടാവുള്ളൂ. പക്ഷെ വൃത്തികേടുകൾ കണ്ട് അവസാനം എൻ്റെ ജീവിതം തകരാൻ എത്ര ആളുകളാണ് ഈ പ്രശ്നത്തിലുള്ളതെന്നറിയാം. ഇതിൻ്റെ ഭാഗമായി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളോട് സംസാരിച്ചു, സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ അത്ര അപകടമുള്ളതാണ്. അതുകൊണ്ട് യുവാക്കളെ നേരത്തെ വിവാഹം കഴിക്കാം. ചില ആളുകൾ സ്വയംഭോഗത്തിലേക്ക് പോകും, സ്വയംഭോഗം ചെയ്യും. ഇൻഷാ അല്ലാഹ്, ഇത് വേറെ തന്നെ പറയേണ്ട കാര്യമാണ്. അത് അവൻ്റെ വിവാഹ ജീവിതത്തെ തകർത്ത് കളയും, അവൻ്റെ വിവാഹത്തെ അത് പ്രയാസത്തിലാക്കി കളയും. അതുകൊണ്ട് സ്വയംഭോഗത്തിൻ്റെ അപകടങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ എണ്ണിയത്, ചില തിബ്ബിൻ്റെ കിതാബുകൾ, വൈദ്യവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ സ്വയംഭോഗത്തിൻ്റെ അപകടങ്ങളിൽ ഒന്ന് എണ്ണപ്പെട്ടത് അവനുണ്ടാകുന്ന കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത്. കുട്ടി എന്നുവെച്ചാൽ വരെ അവൻ്റെ സ്ഖലനം, അവൻ്റെ ഇന്ദ്രിയം അത് ആരോഗ്യമുള്ളതായിരിക്കുകയില്ല. ഇന്ന് എത്ര അധികമാണ് ഈ പ്രശ്നം ആളുകൾക്കിടയിലുള്ളത്. അതുകൊണ്ട് വിവാഹം നേരത്തെ ആക്കാം. മക്കളുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. അത് വാപ്പ ചെയ്യുന്ന നന്മയിൽപ്പെട്ടതാണ്. എത്രയോ കുടുംബങ്ങൾ ഇന്ന് കുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കാൻ കാരണമായി പറയുന്നുണ്ട്, ഓന് വീട്ടിലേക്ക് അവന് സമ്പാദ്യമില്ല, അവന് പൈസ ഇല്ല. ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വന്നതുകൊണ്ട് നീ എത്ര കൂടുതൽ ചെലവഴിക്കണം? ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ എത്ര കൂടുതൽ ചെലവഴിക്കാനുണ്ട്? എൻ്റെ കുട്ടിയെ, നിന്റെ മകന് നീ ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായമല്ല ഇത്. കോടികൾ ലക്ഷങ്ങളും കൊടുത്തിട്ട് മെഡിസിന് പറഞ്ഞേക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാന്ന് പറയാൻ ആണ് നടക്കൂല. മുസ്ലിമീങ്ങൾ ഇത് മാറ്റേണ്ടതുണ്ട്, ഈ ചിന്ത മാറ്റേണ്ടതുണ്ട്. നേരത്തെ വിവാഹം കഴിക്കണം, അതിൽ യാതൊരു കുഴപ്പമില്ല. ആൾക്കാർ കളിയാക്കുന്നത് നോക്കേണ്ട കാര്യമില്ല. അവർ തിരിച്ചു വരേണ്ടതുണ്ട്. പണ്ട് കാലത്ത് മുസ്ലിങ്ങൾ നേരത്തെ കല്യാണം കഴിച്ചിരുന്നു. ഇന്ന് ചിലർ പറയുന്നത് ജീവിതം ആസ്വദിക്കണ്ടേ, ഒരു 10-30 വയസ്സ് വരെയൊക്കെ ആസ്വദിച്ചിട്ട് നീ ആസ്വദിച്ച് വിവാഹം കഴിച്ചാൽ അങ്ങനെ നിന്നെ പോലെ ആസ്വദിച്ച പെണ്ണുങ്ങൾ തന്നെ നിനക്ക് കിട്ടുള്ളൂ
എന്നിട്ട് നീ ഈ ഹറാമായ ജീവിതത്തിൽ പിന്നെ മുന്നോട്ട് പോകാൻ നിൽക്കുന്നത്. എത്ര ആളുകൾ ഈ അവസ്ഥയിലുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ആൺകുട്ടികളാണെങ്കിൽ വിവാഹം നേരത്തെ കഴിക്കുക, ശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുക, അവനാണ് തല ഉയർത്തി പിടിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു ജീവിതം ഉണ്ടാവുക. നേരത്തെ വിവാഹം കഴിക്കാൻ പോയിട്ട് പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിൽ അവരിലേക്ക് കയറി വന്നിരിക്കുന്ന ചിന്ത കരിയർ ഉണ്ടാക്കണം, ജോലി കണ്ടെത്തണം, പഠനം എത്ര എത്തിക്കണം. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദമായി പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. ധാരാളം വൈകിയാൽ, വിവാഹം വൈകിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പല പ്രയാസങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രയാസം കുട്ടി ജനിക്കാൻ വൈകുമെന്നതാണ്. എന്താ കുട്ടികൾ ജനിക്കാൻ വൈകിയാലുള്ള പ്രശ്നം? കുട്ടികൾ അധികം ഉണ്ടാവില്ല. മക്കളെ ലഭിക്കേണ്ട സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മക്കളുണ്ടാവില്ല. പിന്നെ വിവാഹം നേരത്തെയാക്കുക എന്നത് പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ആളുകളും പറയാറുള്ളത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അവർ കേൾക്കട്ടെ. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള യതീമായ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, അടിമകളെ, അടിമ സ്ത്രീകൾ, അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് സമ്പത്ത് നൽകുന്നതാണ്, ധന്യത നൽകുന്നതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സ്വഹാബികളായ പലരും പറഞ്ഞതായി കാണാം, വിവാഹം സമ്പത്ത് വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. അത് ഏതാണ്ട് നിങ്ങൾ ആളുകളെ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണത്. ഒരു കയ്യിൽ ഒരു പൈസ ഇല്ലാതെ നടന്നിരുന്ന പല ആളുകൾ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അൽഹംദുലില്ലാഹ് അവൻ ജോലിയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതും അവൻ്റെ കയ്യിൽ പൈസ വരുന്നതും അള്ളാഹുവിന് വഴികൾ തുറന്നു കൊടുക്കുന്നത്. വിവാഹം കഴിച്ചതുകൊണ്ട് പട്ടിണി കിടന്ന് മരിച്ച ആളുകൾ ആരാണ് കണ്ടിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പക്കലാണ് റിസ്ഖുള്ളത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അത്തിഉല്ലാഹ ഫീമാ അമറക്കും ബിഹി മിനൻ നിക്കാഹ്. അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾ വിവാഹം കഴിക്കുക. യുൻജിസ് ലക്കും മാ വഅദക്കും മിനൽ ഗിന. അവൻ വാഗ്ദാനം ചെയ്ത ധന്യത അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്, സമ്പത്ത് നൽകുന്നതാണ്. ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, അൽതമിസുൽ ഗിന ഫിൻ നിക്കാഹ്. വിവാഹത്തിലൂടെ നിങ്ങൾ സമ്പത്ത് അന്വേഷിക്കുക. വിവാഹം അള്ളാഹു റിസ്ക് നൽകാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്, അള്ളാഹു പ്രയാസപ്പെടുത്താനുള്ള കാരണങ്ങളിൽ ഒന്നല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കുന്നത്, ആളുകൾക്ക് അവനവൻ്റെ അവസ്ഥയിൽ ജീവിക്കുക എന്നതിനപ്പുറമാണ് ആളുകളുടെ ആഗ്രഹങ്ങൾ. നിന്റെ അത്യാഗ്രഹങ്ങൾ അതിന് ചിലപ്പോൾ ആൾക്കാർക്ക് ചെറുത് മതിയാവില്ല, അവർക്ക് അവരുടെ ജീവിതത്തിന് തൃപ്തികരമായത് മതിയാവുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും. 3 വിഭാഗം ആളുകളെ സഹായിക്കൽ അള്ളാഹു അവൻ ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ്. അള്ളാഹു അവരെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നാകിഹു അല്ലദീ യുരീദു അൽ അഫാഫ. ജീവിതത്തിൽ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവന് സഹായിക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്ത, അവൻ്റെ ബാധ്യതയെ ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനേകം കുട്ടികൾ ധാരാളം ഇന്ന് കാലഘട്ടത്തിൽ കൗമാരക്കാരിൽ അധിക പേരും അവർ പരാതി പറയാൻ വേണ്ടി വിളിക്കാറുള്ള കാര്യം ഇതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിൽ സമ്മതിക്കുന്നില്ല, വാപ്പ സമ്മതിക്കുന്നില്ല, ഉമ്മ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ കുറച്ചുകൂടി ഈ വിഷയം പറയണമെന്നുണ്ട്. വിവാഹത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, ആൺമക്കളാണെങ്കിൽ അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയും സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ പറയും അവന് പക്വതയില്ല എന്ന് പറയും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും അർത്ഥമില്ലാത്ത ന്യായം അതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഒരാൾ വിവാഹം കഴിക്കേണ്ടത്, വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കേണ്ടത്, പക്വതയോടുകൂടി രണ്ടാൾക്കാരും വല്ല പട്ടാള ചിട്ടയിൽ ജീവിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഭാര്യയുമായി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഭാര്യയുമായി ജീവിക്കേണ്ടത് തമാശകൾ പറഞ്ഞുകൊണ്ടും കളിചിരികളുള്ള അവസ്ഥയിലും ഒക്കെയാണ് ഭാര്യയായിട്ട് ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പ്രായമായിട്ട് അവിടുന്ന് കല്യാണം കഴിച്ചതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ഹദീസുകൾക്കാണ് അവർ തമ്മിൽ തമാശ പറഞ്ഞത്. എത്ര ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു യാത്രയിൽ അവിടുന്ന് സഹാബികൾ ഒപ്പമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ദൂരേക്ക് പോകാൻ പറഞ്ഞു, മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒറ്റക്കായി.
അപ്പോൾ അവിടുന്ന് പറഞ്ഞു, തആലി നതസാബഖ്, ആയിഷ വരൂ നമുക്ക് ഓട്ട മത്സരം നടത്താൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓട്ട മത്സരം നടത്തിയാണ്. ആയിഷ റളിയല്ലാഹു അന്ന് ഞാൻ ചെറുതാണ്, ഞാനന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ പരാജയപ്പെടുത്തി, അവിടുന്ന് തോറ്റു, ഓട്ടത്തിൽ തോറ്റു. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞു. രണ്ടാമതൊരു തവണയും ഇതുപോലെ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷയോട് പറഞ്ഞു, ഒരു ഓട്ട മത്സരം നടത്തുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന് ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ട്, അന്ന് ആ മത്സരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പരാജയപ്പെടുത്തി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹാദിഹി ബിഹാദിഹി, ഇത് അന്നത്തേതിന് പകരമാണ്. നമുക്ക് അവിടുന്ന് ഓർത്തു വെച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ഇന്ന് എന്തോ ഒരു കടമ തീർക്കുന്ന പോലെ, അങ്ങനെയല്ല ഇത് ജീവിക്കേണ്ടത്. അതിന് എന്തുകൊണ്ടും അർഹമായ പ്രായമാണ്, ചെറിയ പ്രായം. പലപ്പോഴും സഹോദരങ്ങൾ സങ്കടം തോന്നാനുള്ള കാര്യം, കുട്ടികൾക്ക് കൗമാരപ്രായത്തിൽ അതല്ലെങ്കിൽ യുവത്വം ആരംഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായൊരു പ്രായം കുട്ടികളെ നഷ്ടപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ എത്ര ദുഃഖമുള്ള കാര്യമാണത്. അവരെ നല്ലൊരു പ്രായമാണ് നഷ്ടപ്പെടുന്നത് ഈ അടിസ്ഥാനമില്ലാത്ത ന്യായം പറഞ്ഞുകൊണ്ട്. വിവാഹം നേരത്തെ കഴിക്കണം, ഇത് യാതൊരു തെറ്റുമില്ല, യാതൊരു മോശത്തരവുമില്ല. നമ്മുടെ പത്രമാധ്യമങ്ങൾ അത് പറഞ്ഞു മോശമാക്കി എന്നല്ലാതെ അതിൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വാപ്പാനോട് ചോദിച്ചു നോക്കൂ എത്ര വയസ്സിലാണ് കിട്ടിയത്. നിങ്ങൾ വാപ്പാനോ വാപ്പല്ല കഴിച്ച് പ്രായം ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ അതേക്കാൾ മുമ്പായിരിക്കും. അവർക്കൊക്കെ എത്ര നല്ല ജീവിതം അവരൊക്കെ നയിച്ചിട്ടുണ്ട്, എത്ര മനോഹരമായ ജീവിതം നയിച്ചിട്ടുണ്ട്. അവരിൽ ചില പ്രായമായിട്ട് ഇപ്പോഴും അല്ലേ വല്യമ്മാനെ ശ്രദ്ധിക്കുന്നതും, വല്യമ്മക്ക് എന്തെങ്കിലും അസുഖം ആയിക്കഴിഞ്ഞാൽ മൂപ്പർക്കുള്ള ടെൻഷനും തിരിച്ച് അങ്ങോട്ട് കാണും, ഇതൊക്കെ നമ്മൾ കാണാറില്ലേ. എത്ര കാലമായി ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹം ഒരിക്കലും ആളുകൾ പറഞ്ഞുണ്ടാക്കിയ പിഴച്ച ചിന്തകളിൽപ്പെട്ടതാണ്. എന്തോ വലിയ എല്ലാ കാര്യവും നോക്കിയെടുത്താൻ കഴിവുള്ള അവസ്ഥയെത്തിയാൽ വിവാഹം കഴിക്കാമുള്ളൂ, അങ്ങനെയല്ല. വിവാഹം ലളിതമായ കാര്യമാണ്. രണ്ടാളുകൾ തമ്മിൽ അള്ളാഹുവാണ് അവർക്കിടയിൽ സ്നേഹവും അടുപ്പവും നിശ്ചയിക്കുന്നത്, നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു വാപ്പാക്ക് മക്കളോട് ചെയ്തു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് നേരത്തെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള. പെൺകുട്ടികളാണെങ്കിൽ അതുപോലെ തന്നെ. ഇന്ന് സുബ്ഹാനല്ലാഹ് പെൺകുട്ടികളെ നേരത്തെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ പെൺകുട്ടികൾ ചിലപ്പോൾ വീട്ടുകാരോട് തിരിച്ചു ചോദിക്കുന്നത്, എന്നെ ഒഴിവാക്കാനല്ലേ നിങ്ങൾ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ പ്രയാസം ഉണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സ് ഈ രൂപത്തിൽ മാറ്റപ്പെട്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹം അതിൻ്റെ പ്രാധാന്യം ഇസ്ലാമിൽ അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. കുടുംബങ്ങളെ കെട്ടിപ്പടുക്കുന്ന, സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന കാര്യമാണ്. ഇത് വൈകരുത്. മറ്റു സമൂഹങ്ങളെ നോക്കൂ നിങ്ങൾ, വിവാഹം വൈകിപ്പിച്ചതുകൊണ്ടുള്ള അവസ്ഥ നോക്കൂ നിങ്ങൾ, അവരുടെ ഇടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നോക്കൂ, കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ നോക്കൂ. ഹലാലിലാണ് എല്ലാ ഭംഗിയുമുള്ളത്, എല്ലാ സന്തോഷവുമുള്ളത്, ഹറാമിലാണ് എല്ലാ പ്രയാസവുമുള്ളത്. അതുകൊണ്ട് ഒരിക്കലും വിവാഹം വൈകിപ്പിക്കുക എന്നത് എന്തെങ്കിലും ഒരു ഖൈർ കൊണ്ടുവരുമെന്ന് വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണത്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.